പറയാം ബംഗാളിൽ സുവേന്ദു അധികാരി അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത് ക്യാബിനറ്റ് മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടാം ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം ചില സുപ്രധാന തീരുമാനങ്ങൾ പുറത്തു വന്നതായി അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ? അവിടെ BJP ഇതുവരെ പ്രതിപക്ഷത്ത് ഇരുന്ന ഒരു പാർട്ടിയാണ്. ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ അറിയാം, കുറേ കാലം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കുറച്ച് ഇങ്ങോട്ട് കോൺഗ്രസ് ഭരിച്ചു, പിന്നീട് കുറച്ച് സഖ്യകക്ഷികൾ വന്നു, പിന്നീട് ഒരു 10-35 വർഷം CPM ഇടതുപക്ഷ ഭരണമായിരുന്നു. ഒരു 3 ടേം തുടർച്ചയായിട്ട് വീണ്ടും 15 കൊല്ലം തുടർച്ചയായിട്ട് മമതാ ബാനർജി. അപ്പോൾ ഇവരൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ചില ഘടകങ്ങളുണ്ട്. കൃത്യമായും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന കാലത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് വിശ്വാസികളാണ് ഭൂരിപക്ഷമുള്ള അങ്ങനെ വിഭജിക്കപ്പെട്ടു പോയ 2 ഭാഗങ്ങളാണ് ഈ ബംഗാളും ഇന്നത്തെ പഴയ ഇപ്പോഴത്തെ ബംഗാളും നിലവിലെ ബംഗ്ലാദേശ്. അതായത് 2 പാകിസ്ഥാനായിട്ട് കടന്ന സ്ഥലം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന ആ വിഭജന കാലത്ത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് കുറേയധികം പേര് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഇപ്പോഴും ഉപജീവന മാർഗം തേടി പല ബംഗ്ലാദേശികളും ബംഗാളിലുണ്ട്. കുറെ പേരൊക്കെ ഇവിടെ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായപ്പോൾ കുറെ പേര് അവര് എന്ന് മനസ്സിലായപ്പോൾ തിരികെ പോയെന്നും പറയും. എന്നാൽ യാഥാർത്ഥ്യം അവിടെ ഏതാണ്ട് 27%, മൊത്തം ജനസംഖ്യയുടെ 27% മുസ്ലിം മൈനോറിറ്റീസ് ആണ്. തീർച്ചയായിട്ടും. അതിൽ എത്ര പേര് യഥാർത്ഥ ബംഗാളികളുണ്ട്, എത്ര പേര് ബംഗ്ലാദേശികളുണ്ട് എന്നുള്ളതൊക്കെ തർക്ക വിഷയമാണ്. അതെ, ഇപ്പോഴും ഉണ്ട്. അതെ, ഏതായാലും BJP അവിടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉന്നയിച്ച പ്രധാന സംഗതി ഈ മത വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം ഇവർക്ക് വേണ്ടിയിട്ട് ചില പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിരുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിരുന്നു. ഒരു വകുപ്പ് തന്നെ, അതായത് മദ്രസ വകുപ്പിനും ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ വകുപ്പിനും കീഴിൽ മത അടിസ്ഥാനമാക്കി കൊടുത്തിരുന്ന സഹായ പദ്ധതികളൊക്കെ നിർത്തലാക്കാൻ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. രണ്ടാമത് ക്യാബിനറ്റ് യോഗമാണ്. ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് അതിന് പറയുക. കേന്ദ്രത്തിലും അവിടുത്തെ സംസ്ഥാനത്തിലും BJP ഭരിക്കുന്നു. ഒരു ആഴ്ച പൂർത്തിയാക്കി രണ്ടാമത്തെ ക്യാബിനറ്റ് യോഗം അത് ബ്രീഫ് ചെയ്തത് അവിടുത്തെ ഒരു വനിതാ മന്ത്രിയാണ്. അഗ്നിമിത്ര പോൾ എന്ന് പറയുന്ന നഗരവികസന മന്ത്രി ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞ സംഗതിയാണ് ഈ പറയുന്ന മത അടിസ്ഥാനത്തിൽ മദ്രസ വകുപ്പിനും ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ വകുപ്പിനും കീഴിലുള്ള മത അധിഷ്ഠിതമായിട്ടുള്ള ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ റദ്ദാക്കും. ഈ മാസം വരെ ഉണ്ടാകും, അടുത്ത മാസം തൊട്ടില്ല. കഷ്ടിച്ച് 1-2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ ഇനി. പിന്നെ ഒരു സുപ്രധാന ബംഗാൾ സർക്കാർ കൊടുത്തിരുന്ന അതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഒരു സുപ്രധാന പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് 3000 രൂപ അന്നപൂർണ എന്ന് പറയുന്ന ഒരു പദ്ധതി. അതും പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1-ാം തീയതി മുതൽ അതും വരും. നേരത്തെ തന്നെ അവർ ലക്ഷ്മി ഭണ്ഡാർ എന്ന് പറയുന്ന മുൻ സർക്കാരിൻ്റെ കാലത്ത് ഇതേപോലെ സ്ത്രീകൾക്ക് സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതും ഇതും കൂടി ക്ലബ് ചെയ്താണ് ഇനി വരിക. അതും ഉണ്ടാവും. പിന്നെ ജൂൺ 1 മുതൽ വനിതകൾക്ക് അവിടെയും സൗജന്യ ബസ് യാത്രയുണ്ട് കേട്ടോ. അതും നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയപ്പെട്ട മറ്റേ ജനസമ്പർക്ക പരിപാടിയുണ്ട്. അതിന്റെ മറ്റൊരു വെർഷൻ അവിടെ ജനതാ ദർബാർ, UP-യിൽ യോഗി ആദിത്യനാഥ് ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതേപോലെ പൊതുജനങ്ങൾക്ക് പരാതി കൊടുക്കുന്ന അതിന്റെ ആദ്യത്തെ ജനതാ ദർബാറും ഇന്ന് അവിടെ നടന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഒരു റിസൾട്ട്, ഒരാഴ്ച കൊണ്ടുള്ള റിസൾട്ട്. അതിൽ എന്തുകൊണ്ട് ഈ മദ്രസ വകുപ്പിന് കീഴിലുള്ള ഈ നടപടികൾ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ സർക്കാരുകൾ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മദ്രസ വകുപ്പിന് കീഴിൽ പല ആനുകൂല്യങ്ങളും മതത്തെ മാത്രം അടിസ്ഥാനമാക്കി മുസ്ലിം വിഭാഗത്തിന് കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. അതിന് കൃത്യമായ കണക്കും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ജനസംഖ്യയുടെ 27% അവരാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ വാർഷിക ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വകുപ്പുകളുടെ കീഴിൽ 5713 കോടി രൂപയാണ് ബജറ്റ് അലോക്കേഷനായിട്ട് വന്നത്. അതിൽ മുസ്ലിം മൈനോറിറ്റി മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, മൊത്തം ജനസംഖ്യയുടെ 27% മുസ്ലിംസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ വലിയൊരു വിഹിതം അവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത് സ്കോളർഷിപ്പിന്റെ രൂപത്തിലാകും, വിവിധ കെട്ടിട നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹോസ്റ്റലുകൾ പണിയാൻ, പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ പണിയാൻ, പിന്നെ ഈ മമതയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ. അതെ. പിന്നെ ഈ മദ്രസ അധ്യാപകർക്കുള്ള ശമ്പളം, അവരുടെ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ.
ഇതാണ് അവിടുത്തെ രീതി. ഇനി ഈ മൈനോറിറ്റി അഫയേഴ്സ് ആൻഡ് മദ്രസ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന കീഴിൽ ഈ മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും പാക്കേജുകളും നിർത്തലാക്കാനാണിപ്പോൾ തീരുമാനം വന്നേക്കുന്നത്. അതുകൂടാതെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന വകുപ്പിന് കീഴിൽ പുരോഹിത് ബത്ത, ഈ മതം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മദ്രസ അധ്യാപകർ എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് ബത്തയും പെൻഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇനി പുനഃപരിശോധിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് മമത വോട്ട് കിട്ടാനായി ഏർപ്പെടുത്തിയിരുന്ന സുഖിപ്പിക്കൽ പരിപാടികളൊക്കെ അവിടുത്തെ വോട്ട് ബാങ്ക് കണക്കാക്കി. അതിനൊരു കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ട് ഇത് ഇത്ര വലിയ വിഷയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ മമതാ സർക്കാർ മുസ്ലിം വിഭാഗത്തിലെ ഉപജാതികളെ ആ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ടൊരു തീരുമാനം എടുത്തിരുന്നു. അപ്പം അതിനെ കോടതി റദ്ദാക്കി. കൽക്കത്ത ഹൈക്കോടതിയും സുപ്രീം കോടതിയും റദ്ദാക്കിയിട്ട് പറഞ്ഞ ഒരു വിധിയുണ്ട്, ഒരു ആനുകൂല്യവും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിധിയുണ്ട്. അപ്പൊ അത് ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ നടപടിയൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന തീരുമാനം നേരിട്ട് ബാധിക്കുക മദ്രസ അതേപോലുള്ള സ്ഥാപനങ്ങൾക്കാണ്. അവിടെ ബംഗാൾ സർക്കാരിൻ്റെ അനുമതിയോടെ ലഭ്യമായ വിവരപ്രകാരം അംഗീകൃത 614 മദ്രസകളുണ്ട്. അതിൽ 423 പൊതുവിദ്യാലയങ്ങൾക്ക് സമമാണ്. അതായത് 1 മുതൽ 10ാം തരം വരെയുള്ള പാഠം പഠിക്കാൻ, 1 മുതൽ 10ാം വരെയുള്ള സ്റ്റാൻഡേർഡിൽ സാധാരണ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ പഠിക്കാം. പ്ലസ് അറബിക് ഭാഷയും അവിടെ പഠിക്കാം. പിന്നെ അവിടെയുള്ള മദ്രസ അധ്യാപകർക്ക് ഈ സ്കൂളിൽ കൊടുക്കുന്ന സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ കൊടുക്കുന്ന അധ്യാപകരുടെ അതേ ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം കിട്ടും. കൂടാതെ 102 സീനിയർ മദ്രസകൾ, അതായത് ഹയർ സെക്കൻഡറി തലം, അവിടെ ഈ ഹയർ സെക്കൻഡറി അവിടെ ഈ മത പഠനത്തിന്, ഇസ്ലാമിക പഠനത്തിനുള്ള അവസരവും ഉണ്ട്. അവിടെ ഇതേപോലെയുള്ള ശമ്പള പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര വലിയൊരു സംസാര വിഷയമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ BJPയും ദേശീയ ബാലാവകാശ കമ്മീഷനും ആരോപിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ഈ മദ്രസ പോലെയുള്ള ഇത്തരം മതപഠന കേന്ദ്രങ്ങളിൽ ശാസ്ത്രം, ഗണിതം, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും മതിയായ ഫോക്കസ് കിട്ടുന്നില്ല. ഈ മതത്തിൽ അടിസ്ഥാനമാക്കിയുള്ള സംഗതി ആയതുകൊണ്ട് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം ഈ മേഖലകളിൽ കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിബന്ധന വന്നേക്കുന്നത്. കൂടാതെ ഇവിടെ നിയമനം നടക്കുന്നതും കുറച്ച് ചിന്തിക്കേണ്ട വിഷയമാണ്. സാധാരണഗതിയിൽ അവിടെ സ്കൂളുകളിലേക്കുള്ള നിയമനം നടക്കുന്നത് സ്കൂൾ സർവീസ് കമ്മീഷൻ വഴിയാണ്. അപ്പോൾ ഈ മദ്രസകളിൽ ഒന്നെങ്കിൽ സ്കൂൾ സർവീസ് കമ്മീഷൻ വഴിയോ അല്ലെങ്കിൽ മദ്രസ സർവീസ് കമ്മീഷൻ വഴിയോ നിയമനങ്ങൾ പോലും നടക്കാം. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മത അടിസ്ഥാനമാക്കിയുള്ള പരിപാടികളായതുകൊണ്ട് അതെല്ലാം പുതിയ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം അത് റദ്ദാക്കപ്പെടും എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കപ്പെടേണ്ടത്. ഇത് ഒരു സർക്കാരിൻ്റെ ഉത്തരവ് കൊണ്ട് മാത്രം നടപ്പിലാക്കപ്പെടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനെങ്കിൽ, കാര്യം ഇതൊരു നിയമപ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ നിയമ വഴി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി വിധി പ്രസക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇനി എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJP ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനയിൽ എല്ലാവർക്കും ഈക്വാലിറ്റിയാണ് പറയുന്നത്, തുല്യത. അപ്പം അത് ഈക്വാലിറ്റി ഉറപ്പുവരുത്തണം. പിന്നെ ഈ പഠനത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതായത് പൊതുവെ ഒരു കരിക്കുലം അല്ലെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിലെല്ലാം പാലിക്കണം. ഇതെല്ലാം മുൻനിർത്തിയാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ കോടതി വ്യവഹാരങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിലെ ന്യായവും അന്യായവും ഒക്കെ കണ്ടെത്തുമ്പോൾ അതിനുശേഷം നമുക്ക് ഫൈനൽ റിസൾട്ട് പറയാൻ പറ്റും. പക്ഷെ നിലവിൽ ഇത്തരത്തിലൊരു ഇതേപോലെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയിൽ ബംഗാൾ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ചുവടുവെപ്പാണ്. ഒരു ചുവടുവെപ്പാണ്. എന്താണെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണും.